മലപ്പുറത്ത് കെ മുരളീധരൻ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. കൊണ്ടോട്ടിയിലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി സോണൽ ചേരുന്നു. സോണൽ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ലക്ഷ്മി, ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ മലപ്പുറത്തെത്തി സമസ്ത അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കെ മുരളീധരൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മണ്ഡലമാറ്റത്തെ കുറിച്ച് ചർച്ചകൾ വരുന്നതും വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായതും. ഇതിനു മുന്നോടിയായി ഇന്നലെ ഇത്തരത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഉൾപ്പെടെ കെ മുരളീധരൻ കണ്ട് ചർച്ച നടത്തിയിരുന്നു. തന്റെ മണ്ഡലമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാന്തപുരമായും അതുപോലെ തന്നെ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായും ചർച്ച നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഏതൊക്കെ തരത്തിൽ തന്റെ കൂടെ പിടിച്ചു നിർത്താം എന്നുള്ളതാണ് അടുത്ത ഒരു കടമ്പയായിട്ട് കെ മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ സാമുദായിക നേതാക്കന്മാരെ കണ്ട ചർച്ച നടത്തിക്കൊണ്ടുള്ള ഈ ഒരു മുന്നേറ്റം. കാരണം നമുക്കറിയാം, ഈ മണ്ഡലമാറ്റത്തെ തുടർന്ന് നിറയെ വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് വടകരയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അത് കെ മുരളീധരൻ തന്നെയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ അതിൽ വിഷമമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ്. കാരണം ഈ വടകരയിൽ നിന്ന് അദ്ദേഹം തൃശ്ശൂർ എത്തുമ്പോൾ വീണ്ടും ആ ഒരു സാധ്യതകൾക്ക് കോട്ടം തട്ടുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അത്തരം ന്യൂനപക്ഷങ്ങളെ കൂടി തങ്ങളുടെ കൂടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സാമുദായിക നേതാക്കന്മാരെ കണ്ട ചർച്ച നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതാവിനെ കൂടി കണ്ട് ചർച്ച നടത്തിയിട്ടുള്ളത്. ഇതിനുശേഷം മലപ്പുറം ജില്ലയിലെ തന്നെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി തൃശ്ശൂരിലേക്ക് അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. ലക്ഷ്മി, സോണലാണ് വിവരങ്ങൾ നൽകിയത്.